ചലച്ചിത്ര താരം ഉഷ പ്രതികരിക്കുന്നു. നമുക്കതിലേക്ക് പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ടിരുന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും, ശക്തമായിട്ട് പറയും. സർക്കാർ അത് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. സാംസ്കാരിക വകുപ്പും അത് ചെയ്തു തരും എന്ന് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്. ഇടപെടണം സർക്കാരും സാംസ്കാരിക വകുപ്പും ഇനിയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു മാനദണ്ഡം എല്ലാത്തിനും ഒരു ചിട്ടവട്ടം ഉണ്ടാക്കണം. അവരുടെ ഇടപെടലുകൾ ഉണ്ടാകണം. അത് കുറച്ച് നാളിന് മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്ന കാര്യമാണ്. ഈ പരാതി കിട്ടിയാൽ മാത്രമേ കേസ് എടുക്കൂ എന്ന് പറയുന്നത് സർക്കാർ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? അത് പരാതി കൊടുത്തില്ലെങ്കിൽ എനിക്കതിന് നിയമവശമൊന്നും അറിയില്ല. പരാതി കിട്ടിയാൽ മാത്രമേ കേസ് എടുക്കൂ എന്നാണ്. പരാതി കൊടുത്തില്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പരാതി കൊടുക്കാതെ അവരൊരു കേസ് എടുത്തു, എൻ്റെ ഒരു ബൈറ്റോ ഒക്കെ വെച്ച് കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് മാറിയാൽ എങ്ങനെയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത്? വാദി പ്രതിയാവുന്ന അവസ്ഥ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് കേട്ടോ, ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പരാതി കൊടുക്കാൻ എന്തിനാണ് ഇവർ മടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ധൈര്യപൂർവ്വം ആ പെൺകുട്ടികൾ, പല പെൺകുട്ടികളും സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രതികരിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ ലീഗലായിട്ട് പരാതി കൊടുക്കാൻ മടിക്കുന്നത്? അവർ മുമ്പോട്ട് വരണം, അവർ പരാതി കൊടുക്കണം. ഇനി ഏത് ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണം. അതിന് സർക്കാരും സാംസ്കാരിക വകുപ്പൊക്കെ കൂടെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ ദിവസം സംവിധായകന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശം അനുഭവം, ആ ഒരു മോശം അനുഭവം ഇത്രയും വലിയ ഒരു സിനിമ ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്, സ്പോട്ടിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിച്ചതിന് ശേഷം ഞാനിങ്ങനെ പ്രതികരിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നോടങ്ങനെ ഇത്തരത്തിലുള്ള അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ മുറിയിലൊന്നും ആരും വന്ന് തട്ടിയിട്ടൊന്നുമില്ല. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുറിയിലൊന്നും ആരും വന്ന് തട്ടിയിട്ടില്ല. എന്നോട് അവസരം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ആ സംവിധായകന്റെ പേര് പറയാത്തതിനെ കുറിച്ച് പലരും, അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ടും എനിക്കതൊരു പരാതിയല്ല. അന്നേ ഞാൻ പ്രതികരിച്ചു. ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എനിക്കുണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് അന്നത്തെ പത്രത്തിലൊക്കെ മാസികകളിലൊക്കെ എഴുതി വന്ന കാര്യമാണ്.